തിരുവല്ലയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് UDF സ്ഥാനാർത്ഥി വർഗീസ് മാമനാണ്. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്? എന്താണ് കേരളത്തിലുടനീളം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ തരംഗമാണ്. തിരുവല്ലയിലും ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വല വിജയം നേടും. എന്തായാലും ഈ പ്രചരണം ആരംഭിക്കാൻ താമസിച്ചു എന്ന് വല്ലതും തോന്നുന്നുണ്ട്? ഇല്ല, ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞ 36 മണിക്കൂറിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ല. ഒറ്റക്കെട്ടായിട്ട് UDF പോകുന്നു. UDFന്റെ നിയോജകമണ്ഡലം ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞു, കമ്മിറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ജനറൽ വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം ചില പ്രശ്നങ്ങൾ ആദ്യം ഉയർന്നു വന്നിരുന്നു. അതൊക്കെ ഒറ്റക്കെട്ടായിട്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് മുന്നോട്ട് പോകും. ഐക്യ ജനാധിപത്യ മുന്നണിയും കേരള കോൺഗ്രസ് പാർട്ടിയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ്. ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ആളുകൾക്കുണ്ട്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഒരവസരവും എങ്ങും ഉണ്ടായിട്ടില്ല. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇടതുപക്ഷ മുന്നണിയിലുള്ളതിന്റെ അത്രയും അഭിപ്രായ വ്യത്യാസം UDF എങ്ങും കാണിക്കാനില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ G. സുധാകരൻ പോലും UDFിനോട് മത്സരിക്കുകയാണ്. വടക്കൻ മലബാറിലുടനീളം CPMന്റെ ആളുകൾ മുന്നണി വിട്ട് പുറത്ത്, പാർട്ടി വിട്ട് പുറത്ത് വന്ന സ്ഥാനാർത്ഥിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടും. എന്തൊക്കെയാണ് തിരുവല്ലയിലെ ജനങ്ങളോട് പറയാനുള്ളത്? തിരുവല്ലയ്ക്ക് വ്യക്തമായ വികസന അജണ്ട UDFിനുണ്ട്. കേവലം പട്ടണത്തിൽ എന്തെങ്കിലും സ്ഥാപനം കാണിച്ചിട്ട് അതല്ല വികസനം. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന്റെയും ജീവിത നിലവാരം ഉയരുന്നതാണ് ഒരു നാടിന്റെ വികസനം. തിരുവല്ല അസംബ്ലി നിയോജകമണ്ഡലം കല്ലുപ്പാറ പ്രദേശം കൂടെ ചേർന്നാണ്. കല്ലുപ്പാറ, മല്ലപ്പള്ളി, ആനിക്കാട്, കുന്നന്താനം, പുറമറ്റം ഈ പഞ്ചായത്തുകൾ കടുത്ത് അവഗണന നേരിടുകയാണ്. മല്ലപ്പള്ളി ഒരു KSRTC ബസ് സ്റ്റാൻഡുണ്ട്. അതിന്റെ സ്ഥിതി ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. മല്ലപ്പള്ളി ഒരു കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് പണി പൂർത്തീകരിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി അത് കമ്മീഷൻ ചെയ്ത് ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വെള്ളം കൊടുക്കാൻ ഇവർ തയ്യാറായില്ല. ഇവർ വോട്ട് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നാട്ടിൽ വികസനം കൊണ്ടുവരുന്നത്. ഞങ്ങൾ അങ്ങനല്ല. ഈ നാട്ടിലെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് ഒരു വികസന അജണ്ട കൊണ്ട് തിരുവല്ല പട്ടണവും വലിയ അവഗണന നേരിടുകയാണ്. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം കേരള ബഡ്ജറ്റിലെ എല്ലാ സ്ഥലത്തും സ്റ്റേഡിയത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുത്തപ്പോൾ പാല അടക്കം സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു കൊട്ട മണ്ണ് പോലും തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ സർക്കാർ ചെലവിട്ട ഞങ്ങൾക്കറിയില്ല. നഗരസഭയുടെ ഒരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയമാണ് മറ്റ് സ്ഥലത്തും. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടിലാണ്. അതുപോലെ അപ്പർ കുട്ടനാട് കാർഷിക മേഖല ആകെ തകർന്നെടുക്കുകയാണ്. ഇപ്പം കൃഷിക്കാർ ഈപ്പൻകൂരിന് അടക്കമുള്ളവരുണ്ട്. നെല്ലവിടെ കൊയ്തിട്ടിരിക്കുകയാണ്. കൊയ്തിട്ടിരിക്കുന്ന നെല്ല് പോലും സംഭരിക്കാനോ സംഭരിച്ച നെല്ലിന് പണം കൊടുക്കാനോ ഈ ഗവൺമെന്റും ബന്ധപ്പെട്ടവരും ശ്രമിക്കുന്നില്ല. ഇതൊക്കെ ഒരു ജനപ്രതിനിധി അടക്കം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജനപ്രതിനിധികളുടെ കൂടി ഉത്തരവാദിത്തമാണ് ഈ നാടിന്റെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുന്നത്. UDFന്റെ അവസരം കിട്ടുകയാണെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും കൃഷിക്കാരന്റെയും ചെറുപ്പക്കാരുടെയും എല്ലാവരുടെയും പ്രശ്നത്തിനോടൊപ്പം UDF നിൽക്കും. തിരുവല്ലയുടെ സമഗ്രമായ ഒരു വികസനം, ഒരു സ്മാർട്ട് തിരുവല്ലയെ ആക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആവേശകരമായ ഒരു പ്രചരണമൊക്കെ തന്നെ ആരംഭിക്കാനുള്ള ലക്ഷ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിജയം നേടും, 100% ഉറപ്പാണ്. അതെ, അങ്ങനെ തന്നെയാണ്. വളരെ ആവേശമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കൊക്കെ ഇനി UDF സ്ഥാനാർത്ഥി കടക്കുകയാണ്. എന്തായാലും തിരുവല്ലയിൽ നിന്നും ക്യാമറമാൻ രതീഷ് മൺവിശേലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.